കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ദൈവത്തെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചിന്തിച്ചു. ആ കുരിശിൻ്റെ സിമ്പൽ വെച്ചിട്ട് കുരിശിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടുള്ളത് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം, ആ സ്നേഹത്തെക്കുറിച്ചും, കുരിശിൻ്റെ ഹൊറിസോണ്ടലായിട്ടുള്ള ആ ബാർ എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ 2 കൽപ്പനകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. പിതാവാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നുള്ളതായിരുന്നു ഇത്. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നായിരുന്നു ഇത്. ഇതാണ് ആ ക്രൂശിൻ്റെ സിമ്പൽ. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് 7ാമത്തെ വാക്യവും കണ്ടിന്യൂ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. അപ്പോൾ എപ്പോഴും നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ട് എന്ന് നാം പറയാറുണ്ട്. അതിലെത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചെക്ക് പോയിന്റുകളാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരെ കുറിച്ചിട്ടുള്ള ചെക്ക് പോയിന്റുകൾ നമ്മൾ ചിന്തിച്ചു വന്നു. അതിൽ 2-3 നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ തുടർമാനം തന്നെയാണ്. പക്ഷേ ഇവിടെ അടുത്ത ഒരു ലെവൽ കൂടെ എന്ന് പറയുന്നത് എങ്ങനെ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ഉറപ്പുണ്ട്, തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതിൻ്റെ ചെക്ക് പോയിന്റും കൂടെ നമ്മൾ ഇന്നു തൊട്ട് നോക്കാൻ പോവുകയാണ്. ദൈവം സ്നേഹം തന്നെ എന്ന് വളരെ വ്യക്തതയോടുകൂടെ ഈ പാരഗ്രാഫിനകത്ത്, ഈ ഒരു 4ാമത്തെ അധ്യായത്തിനകത്ത് ആവർത്തിച്ച് 2 വട്ടം പറയുന്നുണ്ട്, ദൈവം സ്നേഹം തന്നെ. അപ്പോൾ ദൈവം സ്നേഹമാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തിയായ എനിക്ക്, ദൈവത്തിൻ്റെ പുത്രനായ എനിക്ക് ദൈവത്തിനുള്ള അതേ ആട്രിബ്യൂട്ട് ഉണ്ടാകണം. പക്ഷിജാലങ്ങളെയോ അല്ലെങ്കിൽ മൃഗജാലങ്ങളെയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള പക്ഷികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേ സ്വഭാവമായിരിക്കും. കാക്ക എടുക്കുകയാണെങ്കിൽ കാക്ക കരയുന്നത് എങ്ങനെയാണ്? എല്ലാ കാക്കകളും ഒരുപോലെയാണ് കരയുന്നത്. കാക്കയുടെ കളർ എന്താ? എല്ലാ കാക്കയ്ക്കും ഒരേ കളർ തന്നെയാണ്. ഇനി കുയിലിനെ എടുത്താലോ, എല്ലാ കുയിലും കരയുന്നത് ഒരുപോലെ തന്നെയാണ്. കുയിലിൻ്റെ കളറും സെയിം ആണ്. സോ എന്ന് പറഞ്ഞതുപോലെ ഓരോ കാറ്റഗറിക്കും അതിൻ്റേതായിട്ടുള്ള ആ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള സ്വഭാവമുള്ളതുപോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് നമ്മൾ പറയുവാണെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്ന് പറയുവാണെങ്കിൽ, ദൈവത്തിന് എന്തൊക്കെ ആട്രിബ്യൂട്ടുണ്ടോ ആ ആട്രിബ്യൂട്ടെല്ലാം നമുക്കും ഉണ്ടാകണം. അതിലാദ്യത്തെ ആട്രിബ്യൂട്ടാണ് ദൈവം സ്നേഹം തന്നെ എന്നുള്ളത്. അപ്പോൾ ദൈവം സ്നേഹമാണെങ്കിൽ നമുക്കും എന്തുണ്ടാകണം? ആ ദൈവത്തിൽ നിന്നുള്ള അതേ സ്നേഹം നമ്മിലും ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? ദൈവം സ്നേഹിക്കുമ്പോൾ പ്രതിഫല ഇച്ഛയില്ലാതെ, തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ, അൺകണ്ടീഷണലായിട്ടാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതേ സ്നേഹമായിരിക്കണം നമ്മിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മിൽ വരുമ്പോൾ 2 തരത്തിലുള്ള സ്നേഹമുണ്ടാകും. ഒന്ന് മാനുഷിക സ്നേഹം, മറ്റൊന്ന് ദൈവിക സ്നേഹം. ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തികൾക്ക് മാത്രമേ ദൈവിക സ്നേഹം ഉണ്ടാകത്തുള്ളൂ. മാനുഷിക സ്നേഹത്തിന് എപ്പോഴും എക്സ്പെക്റ്റേഷനുണ്ട്. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ പലതും പ്രതീക്ഷിക്കുന്ന ഒന്നാണ് മാനുഷിക സ്നേഹം. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹമാണെങ്കിൽ അൺകണ്ടീഷണലായിട്ടുള്ള, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ് അഗാപ്പെ ലവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ അത് കൺക്ലൂഡ് ചെയ്യാം. ആ ചെക്ക് പോയിന്റ് എന്താ? ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഞാൻ പറയുന്നുണ്ട് എങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ ഉണ്ടാകണം. ആ സ്നേഹം എന്നിൽ നിന്ന് പുറപ്പെടണം. ആ ചെക്ക് പോയിന്റ് മറ്റുള്ളവർക്ക് എങ്ങനെ ബോധ്യപ്പെടാം? ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ നിന്ന് ബോധ്യപ്പെടാം. അൺകണ്ടീഷണലായിട്ടാണോ, എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെയാണോ ഞാനും മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിക്ക് തന്നെ പറയാൻ കാരണം, ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോസിനകത്തും പോസ്റ്റിനകത്തും ഒക്കെ വന്നിട്ട് ക്രിസ്ത്യാനികൾ ഒത്തിരിയേറെ വൾഗറായിട്ടുള്ള കമൻസും നല്ല കമൻസും ഇടാറുണ്ട്. അപ്പോൾ ഈ വൾഗറായിട്ടുള്ള കമൻറ്റ് ഇടുന്ന വ്യക്തികൾ ദൈവത്തിൽ നിന്നുള്ളവരാണോ? ദൈവത്തിൻ്റെ സ്നേഹമുള്ളവരാണോ? ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നവർ ഈ അന്യോന്യം സ്നേഹിക്കുന്നവരാണോ? സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പള്ളികളിൽ കിടന്ന് അടിപിടി കൂടുമോ? മോശമായ വാക്കുകൾ ഉച്ചരിക്കുമോ? വൾഗറായിട്ടുള്ള കമൻറ്റുകൾ ഇടുമോ? സോ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയിൽ നിന്ന് ആ വ്യക്തി ഏത് തരക്കാരനാണ്, ഏത് ആത്മാവുള്ളവനാണ്, ആ വ്യക്തിയുടെ പിതൃത്വം എന്താണ് എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ,
സോ ഞാൻ ഇത്രയും പെയിൻ എടുത്ത് ഇത്രയും എഫേർട്ട് ഇട്ട് ബൈബിളിനകത്തുള്ള കാര്യങ്ങളെ നിങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കുന്നതിൻ്റെ പിന്നിൽ ഇന്ന് മതം അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന അടിമത്വത്തിനകത്ത് നിന്ന്, അതേത് മതവും ആകട്ടെ, ക്രിസ്തീയ മതമാണെങ്കിലും ഹൈന്ദവ മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും, മതത്തിൻ്റെ അടിമത്വത്തിനകത്ത് നിന്ന് ജനങ്ങളെ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ആ ഒരു സ്നേഹത്തിൽ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ ദൈവം സ്നേഹമാണെന്നും ആ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള പ്രതികരണം കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വരുന്നത്. ഓക്കെ, അടുത്ത 8ാമത്തെ വാക്യം, അന്യോന്യം സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവം സ്നേഹമായിരിക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ സ്നേഹിതനെ അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരനെ ഞാൻ സ്നേഹിക്കുന്നില്ല എങ്കിൽ ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഞാൻ ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുന്നത് വെറുതെയാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വെറുതെയാണ്. സോ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നത് സത്യമാണെങ്കിൽ അതിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത് എനിക്ക് മറ്റുള്ളവരോടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തെ ആസ്പദമാക്കിയാണ്. സോ ചെക്ക് പോയിന്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ ശരിക്കും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നവനാകണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവനെന്നും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനും എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വെറുതെ കപടതയാണ്. സോ ഈ ചെക്ക് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതട്ടെ. ഇനി അടുത്ത, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എങ്ങനെ വെളിപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ എന്താ? ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുക മാത്രമാണോ, അതോ ശരിക്കും ദൈവം നമ്മളെ സ്നേഹിച്ചോ എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ പറയുന്നത്, ഈ ദൈവവാക്യം പറയുന്നത് യഹൂദനോടാണ്, നമ്മളോടല്ല. നമ്മളോട് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത് പറയാം. ഓക്കെ, അപ്പോൾ 9ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രത്യക്ഷമാക്കി. അപ്പോൾ യഹൂദനോട് ദൈവത്തിന്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങളോട് ദൈവത്തിന് സ്നേഹമുണ്ടോ എന്നുള്ളതിൻ്റെ അടയാളമാണ് ജീസസ് ക്രൈസ്റ്റിനെ യഹൂദൻ്റെ അടുക്കിലേക്ക് അയച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ യഹൂദൻ്റെ മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിനകത്തേക്ക് യഹൂദനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഈ ലോകമെന്ന് പറയുന്നത് എന്താ? യഹൂദൻ്റെ മതവ്യവസ്ഥ, ആ യഹൂദൻ്റെ കൾച്ചർ, ആ യഹൂദൻ്റെ ദേവാലയം അടങ്ങുന്ന, ന്യായപ്രമാണം അടങ്ങുന്ന ആ ഒരു കൾച്ചറിനകത്തേക്ക്, ആ ഒരു വ്യവസ്ഥയാണ് ലോകമെന്നുള്ളത് കൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. സോ അവിടേക്ക് യേശുക്രിസ്തുവിനെ അയച്ചത് എന്തിനാ? ആ അടിമത്വത്തിനകത്ത് നിന്ന് അവരെ വിമോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇസ്രായേൽ ജനങ്ങളോട് ഉള്ള ദൈവത്തിൻ്റെ സ്നേഹം ജീസസ് ക്രൈസ്റ്റിലൂടെ പിതാവാം ദൈവം വെളിപ്പെടുത്തി. ഓക്കെ, ഇനി 10ാം വാക്യം ഒന്ന് നോക്കിയേ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അപ്പോൾ ഈ നാം എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ ജനങ്ങളാണ്, യഹൂദനാണ്. അതിനകത്ത് മലയാളികളായ നമുക്ക് പങ്കില്ല. ബൈബിൾ ശരിക്കുമുള്ള അർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിക്കണം. സോ യഹൂദന്മാർ, ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തെ സ്നേഹിച്ചില്ല. അത് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കുമ്പോൾ വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാകും. യഹൂദന്മാർ, ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തെ സ്നേഹിച്ചില്ല. ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ജീവിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ അവർ ദൈവത്തെ അല്ല സ്നേഹിച്ചത്, ദൈവം അവരെ സ്നേഹിച്ചിട്ട് ജീസസ് ക്രൈസ്റ്റിനെ, പുത്രനായ ക്രിസ്തുവിനെ, യേശുവിനെ ആ ജനങ്ങളുടെ അടുക്കലേക്ക് അവരുടെ അടിമത്വത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അയച്ചു. അപ്പോൾ ഇന്ന് നിങ്ങൾ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിൽ എന്താ തെളിവ്? സോ ഒരു തെളിവ്, ഇന്ന് ഞാൻ പുത്രനായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, ഞാൻ എൻ്റെ കുടുംബപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, നിങ്ങളുടെ അടിമത്വത്തിൽ നിന്ന്, നിങ്ങളുടെ മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, ക്രിസ്തീയ മതം നിങ്ങളെ പീഡിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ അടിമത്വത്തിനകത്ത് നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കാനായിട്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട്, ആത്മാവിൻ്റെ ജീവിതക്രമത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ഞാൻ എൻ്റെ സമയവും
ഭൂരിഭാഗവും ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. സോ എന്താണോ അന്ന് ജീസസ് ക്രൈസ്റ്റും അപ്പോസ്തലന്മാരും പൗലൂസും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അതേ പ്രവൃത്തിയുടെ കണ്ടിന്യൂവേഷനാണ് ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അന്ന് പുത്രന്മാരായ യേശുക്രിസ്തുവിലൂടെയും പൗലൂസിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയും നടന്ന അതേ ദൈവപ്രവൃത്തി ആർക്ക് വേണ്ടി? ഇസ്രായേൽ ഗൃഹത്തിന് വേണ്ടി. പക്ഷേ ഇന്ന് എന്നെപ്പോലുള്ള ദൈവപുത്രന്മാരിലൂടെ പിതാവാം ദൈവം മതത്തിൻ്റെ അധീനതയിൽ കിടക്കുന്ന ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി, ആത്മീക സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. അത് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കാരണം അന്ന് യേശുക്രിസ്തുവിനെ സ്വന്തത്തിലേക്ക് അയച്ചപ്പോൾ, യഹൂദന്മാരുടെ അടുക്കിലേക്ക് അയച്ചപ്പോൾ, ഇസ്രായേൽ ജനങ്ങളുടെ അടുക്കിലേക്ക് അയച്ചപ്പോൾ യേശുവിനെ അവർ സ്വീകരിച്ചില്ല. യേശുവിനെ വേണ്ടാന്നവർ പറഞ്ഞു. ഞങ്ങൾക്ക് ബറബാസിനെ മതി, ഞങ്ങൾക്ക് കള്ളന്മാരുടെ തലവനെ മതി. ജീസസിന്, ദൈവത്തിൻ്റെ പുത്രനെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ദൈവം അയച്ച വ്യക്തിയെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവർ നിരാകരിച്ചു. ഇത് തന്നെയാണ് ഇന്ന് ക്രിസ്ത്യാനികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ കാര്യത്തിനകത്തേക്ക് നിങ്ങളെ കൺവേർട്ട് ചെയ്ത്, നിങ്ങളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുവാനായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്നു കള്ളനാണ്, ദുരുപദേശകനാണ്, അന്തിക്രിസ്തുവാണ്. സോ സെയിം തിങ്. സോ മതസ്ഥർക്ക് എപ്പോഴും മതത്തിനകത്ത് ജീവിക്കുന്നതിനാണ് താല്പര്യം, ആ അടിമത്വത്തിനകത്ത് ജീവിക്കുന്നതിനാണ് താല്പര്യം. ആ ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയപ്പോൾ അവരെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഉള്ളിക്കറി മതി, ഞങ്ങൾക്ക് ആ ഈജിപ്തിലെ അടിമത്വം മതി, ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് ആ മോശയെടുത്ത് അവർ പിറുപിറുത്തു. വിൽഡർനെസ്സിനകത്ത് അവർ മോശയോട് യുദ്ധം ചെയ്തു, ഇല്ലേ? വാഗ്വാദങ്ങളുണ്ടായി. സോ ഇതേ കാര്യം തന്നെയാണ് ഇന്ന് ക്രിസ്ത്യാനികളും വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ക്രിസ്തീയ മതം മതി, ഞങ്ങൾക്ക് ഇവിടുത്തെ കുർബാന മതി, ഞങ്ങൾക്ക് ഇവിടുത്തെ മാമോദിസ മതി, ഞങ്ങൾക്ക് ഇവിടുത്തെ കുംഭസാരം മതി, ഞങ്ങൾ പള്ളിക്കകത്ത് തൃപ്തരാണ്, ഞങ്ങളിങ്ങനെ വിധേയ വെട്ടിവേഷം അണിഞ്ഞ് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ ഞങ്ങൾ ഓക്കെയാണ്. സോ ഈ ഒരു പാറ്റേൺ അന്നും ഇന്നും സെയിമായി തുടരുന്നു. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതക്രമം ഈ അടിമത്വത്തിലെ ജീവിതക്രമമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത വാക്യത്തിലേക്ക് പോകാം. വീണ്ടും 11-ാമത്തെ വാക്യത്തിനകത്ത് ദൈവം സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വീണ്ടും 11-ാമത്തെ വാക്യം പറയുന്നത് എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവം എങ്ങനെ സ്നേഹിച്ചു? ആ കാലത്ത് ബൈബിൾ എഴുതിയ കാലഘട്ടത്തിൽ ജീസസ് ക്രൈസ്റ്റിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ, പൗലൂസിലൂടെ ഇസ്രായേൽ ജനങ്ങളെ കരുതുന്നതിന് വേണ്ടിയിട്ട് ദൈവം അവരെ സ്നേഹിച്ചു. ഈ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളെ, മറ്റ് മതസ്ഥരെ ദൈവം ആഗ്രഹിക്കുന്ന ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ദൈവം എന്നെപ്പോലെയുള്ള വ്യക്തികളെ ഉപയോഗിക്കുന്നു. അങ്ങനെ ദൈവം തൻ്റെ സ്നേഹത്തെ പ്രകടമാക്കിയെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അന്ന് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതുപോലെ, അന്ന് യേശുക്രിസ്തുവിനെ എല്ലാവരും ചാട്ടവാറിന് അടിപ്പിച്ചതുപോലെ നിങ്ങളും ദൈവം അയക്കുന്ന ദൈവത്തിൻ്റെ പുത്രന്മാരെ, ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും നിരാകരിക്കുകയുമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കപടതയുള്ളവരാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. കാരണം അന്ന് തിരുവെഴുത്തുകളിലെല്ലാം ജീസസ് ക്രൈസ്റ്റ് വരുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും ജീസസ് ക്രൈസ്റ്റ് വന്നപ്പോൾ അന്നത്തെ മതവക്താക്കളോ അന്നത്തെ മതവിശ്വാസികളോ ജീസസിനെ സ്വീകരിച്ചില്ല, നിരാകരിച്ചു. സെയിം വേ ഇന്ന് പിതാവാം ദൈവം നിങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് ചില വ്യക്തികളെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുമ്പോൾ, അവർ നിങ്ങളുടെ അടുക്കൽ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കുന്നില്ല, നിരാകരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ദൈവസ്നേഹമുള്ളവരാണോ എന്ന് ഇതിനാൽ തിരിച്ചറിയാം. അപ്പോൾ ബൈബിൾ പറയുന്ന ആലോചന എന്താ? ദൈവം സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ദൈവം അയച്ച ദൈവത്തിൻ്റെ പുത്രന്മാരെ കരുതണം, അവർക്ക് ചെവി കൊടുക്കണം, അവർ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ കാര്യങ്ങളെ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം. അതിന് സ്നേഹമെന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ.